സൈബർ സഖാക്കളുടെ ചില പോസ്റ്റുകൾ കണ്ടു. നമ്മുടെ ഇതുപോലെ ഒരു ക്യാപ്റ്റൻ അവിടെ ഇല്ല. കേരളയിൽ വരും കെട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പ്രസംഗിച്ച് നടക്കുന്ന പോലെയുള്ള എളുപ്പ പരിപാടി നല്ലത്. കേരളത്തിലാണെങ്കിൽ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ പെട്ടിമുടിയിലും കവളപ്പാറയിലും 11 പേർ അടിക്കടക്കും. കവളപ്പാറ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നടന്ന രക്ഷാപ്രവർത്തനങ്ങൾ ഷിരൂരിലേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെയാണ് നിസ്സംഗത കാണിച്ചത്. കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തുടക്കത്തിൽ ഭയങ്കര അലംഭാവം ഉണ്ടായിരുന്നു. DK ശിവകുമാറിൻ്റെ മോനാണ് അതിനടിയിൽ പോയതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിണറായി വിജയൻ്റെ മോനാണെങ്കിൽ അല്ലെങ്കിൽ മോളാണ് അതിനടി കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യ ദിവസം തന്നെ എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരു പ്രണയലേഖനം അയച്ചിട്ടുണ്ട് സിദ്ധരാമയ്യക്ക്. കത്തയച്ച് കളിക്കേണ്ട സമയമൊന്നുമല്ല. കർണാടക അലംഭാവം കാണിക്കുമ്പോൾ കേരളം എന്ത് ചെയ്യണം? കേരളം ഉടനെ വിളിക്കണം. കേരളത്തിലൊരു തമിഴ്നാട്ടുകാരൻ വന്നിട്ട് കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാലിൻ ഉടനെ വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അവിടെയാണ് ഒരു ഭരണാധികാരിയുടെ മികവെന്ന് പറയും. പിന്നെ മാധ്യമങ്ങളാണെങ്കിൽ നമ്മൾ പറയുന്നില്ല, സാധ്യതയുള്ള സ്ഥലത്ത് തിരയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒച്ചപ്പാടായിരുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ കേരളത്തിൽ ഇത് കാണുന്ന ലക്ഷക്കണക്കിന് വരുന്ന ടെലിവിഷൻ പ്രേക്ഷകരുണ്ട്. അപ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നത് കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ അലംഭാവം കാട്ടി പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും, മരിച്ചതായിട്ട് പ്രഖ്യാപിക്കും. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയും ഇവർക്ക് പിന്നെ ആനുകൂല്യങ്ങൾ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് കുറച്ച് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാതെ ചെയ്തെന്നുള്ളത് കച്ചവടം നടത്തിയത്. നമസ്കാരം. 14 ദിവസത്തെ കേരളത്തിൻ്റെ ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. അർജുൻ എവിടെയാണ്? എന്തായാലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ശിരൂരിലെ തിരച്ചിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ 14 ദിവസത്തെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏകോപനവും മറ്റുള്ള കാര്യങ്ങളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് രാജൻ ജോസഫാണ്. ചേട്ടാ, അപ്പോൾ 14 ദിവസം പിന്നിടുകയാണ് കർണാടകയിൽ ശിരൂരിൽ മണ്ണിനടിയിൽ അർജുൻ എന്ന കോഴിക്കോടുകാരൻ. അതിൻ്റെ രക്ഷാപ്രവർത്തനമൊക്കെ ആണ് നമ്മളിന്ന് വിലയിരുത്തുന്നത്. 15ാമത്തെ ദിവസമായി. 15 ദിവസമായി. പിന്നെ നിർത്തിവെച്ചു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് തന്നെ പരിപാടികൾ 3 മണിയോടുകൂടി നിർത്തിവെച്ചു. ഇതിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുമ്പം ഉള്ളത് കാരണം ഈശ്വരൻ അല്പം മടങ്ങുന്നു. തുടക്കത്തിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ട്, സത്യമാണ്. കാരണം തുടക്കത്തിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. കർണാടകക്കാർക്ക് വേറെ 2 പേരുണ്ട്, അർജുൻ മാത്രമല്ല. അവരൊക്കെ പിന്നീടാണ് വന്നത്, അവരെ കാണാതായി എന്നുള്ള വാർത്തകൾ. മിസ്സിംഗ് ആണെന്നുള്ള മിസ്സിംഗ് ആയവരിൽ പിന്നെ കുറച്ച് പേരെ ബോഡി പിന്നെ കിട്ടി, ബാക്കിയുള്ളവരപ്പോൾ അവിടെ ഉണ്ടാവുന്നുള്ളൂ. ആ സ്ത്രീയുടെ ബോഡിയും പിന്നെ കിട്ടുന്നത്. അതും കിട്ടിയിട്ടില്ലെങ്കിൽ അതും ഇതിന് മണ്ണിനടിയിലുണ്ടെന്നാണല്ലോ ആദ്യത്തെ നിഗമനം. അങ്ങനെയാണല്ലോ വരുന്നത്. ഇതിലേറെ ആൾക്കാരുണ്ടാവും, ചായ കുടിക്കാൻ വന്നവരുണ്ടാവും എന്നൊക്കെയുള്ളതാണ് അന്ന് വന്നിട്ടുള്ളത്. അതിന് സാധ്യതയുണ്ടായിരുന്നു, കാരണം ചായക്കടയായതുകൊണ്ട്. അപ്പം പിന്നെ ആ സമയത്ത് സാധാരണക്കാരല്ലേ അവിടെ കിടന്നോട്ടെ, പിന്നെ അല്ലെങ്കിൽ ഈ ഡ്രൈവറല്ലേ എന്നൊക്കെ ചോദിച്ചവരുമുണ്ട്. ഇതിൻ്റെ വിഷയം കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തുടക്കത്തിൽ ഭയങ്കര അലംഭാവം ഉണ്ടായിട്ടുണ്ട്. DK ശിവകുമാറിൻ്റെ മോനാണ് അതിനടിയിൽ പോയതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഒറ്റയടിക്ക് എല്ലാ ഫോഴ്സും അവിടെ എത്തിയിട്ട് അന്ന് തന്നെ അവിടുത്തെ മണ്ണ് നീക്കാനുള്ള സംവിധാനം കൊണ്ട് ഏത് മലയിടിയെന്ന് പറഞ്ഞാലും എല്ലാവരും നോക്കുമായിരുന്നു, ചെയ്യുമായിരുന്നു. ഉറപ്പല്ലേ? യാതൊരു സംശയമില്ലല്ലോ ഇതിനകത്ത്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പം കർണാടക സർക്കാർ ചൂട് പിടിച്ച് അതിൽ തന്നെ ഈ അർജുൻ്റെ കുടുംബം പറയുന്ന MK രാഘവൻ MP, കോഴിക്കോട് MP MK രാഘവൻ അതിനകത്ത് വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്തു. അദ്ദേഹം അവിടെ എത്തുകയും ഇവരുമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ MLA ആണ് അദ്ദേഹത്തിന്, പിന്നെ പല MP ആണ് അദ്ദേഹത്തിന്, പിന്നെ പല രീതിയിലും ഇവരുമായിട്ടൊക്കെ കണക്ഷൻസ് ഉള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയമായ സ്വാധീനവും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുകയും, പിന്നെ അദ്ദേഹം വളരെ സൗമ്യനായ ഒരു മനുഷ്യൻ അവിടെ എത്തിയിട്ട് പിന്നെ കാര്യങ്ങളെല്ലാം പിന്നെ പെട്ടെന്ന് ചൂട് പിടിച്ചു. കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. DK ശിവകുമാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പിണറായി വിജയൻ്റെ മോനാണെങ്കിൽ അല്ലെങ്കിൽ മോളാണ് അതിനടി കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യ ദിവസം തന്നെ എന്ത് ചെയ്യും? ഇവർ ഈ 2 ദിവസം ഡിലേ വരുന്ന സമയത്ത് ഇവരെന്താ ചെയ്യണ്ടേ? ഇവർ ഒന്ന് ഫോൺ ചെയ്താൽ പോരെ. ഇപ്പം മിനിഞ്ഞാന്നുണ്ട് പിന്നെ ഇവിടുന്ന് ഒരു പ്രണയലേഖനം അയച്ചിട്ടുണ്ട് സിദ്ധരാമയ്ക്ക്. കത്തയച്ച് കളിക്കേണ്ട സമയമൊന്നുമല്ല, ഫോൺ വിളിച്ചാൽ പോരെ. സിദ്ധരാമയ്യ ഇവരെല്ലാം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ലേ. പിണറായി വിജയനും ഈ സിദ്ധരാമയ്യൊക്കെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്, സ്റ്റാലിനും ഒക്കെ. അപ്പം ഇത് തിരിച്ച് ഒരു കേരളത്തിലൊരു തമിഴ്നാട്ടുകാരൻ വന്നിട്ട് ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാലിൻ ഉടനെ വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അവിടെയാണ് ഒരു ഭരണാധികാരിയുടെ മികവെന്ന് പറയുന്നത്. കർണാടക അലംഭാവം കാണിക്കുമ്പോൾ കേരളം എന്ത് ചെയ്യണം? കേരളം ഉടനെ വിളിക്കണം. പിന്നെ CM to CM പിന്നെ കൺവെർസേഷൻ നടക്കണം, ടെലിഫോണിക് കൺവെർസേഷൻ നടന്നാൽ മതി. ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ആരെങ്കിലും മന്ത്രിമാരെ ബാംഗ്ലൂരിലോട്ട് അയക്കണം. നേരിട്ട് അവിടെയുള്ള റവന്യൂ മന്ത്രി ബാക്കിയുള്ളവരെ കണ്ടിട്ട് അതിനകത്ത് ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഫ്ലൈറ്റ് ഇവിടുന്ന് പിന്നെ കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ 3/4 മണിക്കൂർ കൊണ്ട് അവിടെ എത്തി. ടേക്ക് ഓഫിൻ്റെ ലാൻഡിങ്ങിൻ്റെ ടൈം ഇൻക്ലൂഡിങ് റണ്ണിങ് ടൈം കുറച്ച് മതി. 10-25 മിനിറ്റ് റണ്ണിങ് ടൈം വരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കൂടെ കൂടിയിട്ട് 3/4 മണിക്കൂർ കൊണ്ട് അവിടെ എത്തി. എയർപോർട്ടിൽ നിന്ന് പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് പോകാൻ ഒരു 1 hour ജേണി ഉണ്ട്. ഇത് പോയി കണ്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി പറഞ്ഞയക്കണം. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ 2 സ്റ്റേറ്റുകളും തമ്മിലുള്ള ഏകോപനം നടക്കണം. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം കർണാടക ആദ്യം കാണിച്ചിട്ടുള്ളത് ഈ 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ആർമിയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എത്തുന്നത്. ഈ ആർമിക്കും നേവിക്കും ഇങ്ങനെ ഒരു പിന്നെ റിക്വസ്റ്റ് പോകാതെ, ഒഫീഷ്യലായിട്ട് അങ്ങനെ പോകാതെ അവർക്ക് ഇടപെടാൻ പറ്റത്തില്ല. കാരണം ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് അത്. ഇടപെടാം എന്ത്? ഒരു സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിൽ അവിടുത്തെ ക്രമസമാധാനം നിൽക്കാതെ വരികയോ അല്ല കലാപം ഉണ്ടാകുകയോ ചെയ്താൽ
ആർമിക്ക് നേരിട്ട് കയറി ഇടപെടാം, പിന്നെ സ്റ്റേറ്റിൻ്റെ പെർമിഷൻ ഒന്നും വേണ്ട. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ കലാമിറ്റിയാണ്. അതെ, ഇത് ദുരന്തമാണ്. ദുരന്തത്തിനകത്ത് ഇവരാൽ കഴിയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ സഹായം വേണമെന്ന് പറഞ്ഞ് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് പോകുമ്പോഴാണ് അതിന് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് വരാൻ പറ്റുന്നത്. ഇതിന് ഒരുപാട് താമസം വന്നു. അത് കേരളം ആദ്യം പറയണമായിരുന്നു, ആർമിയെ വിളിക്കണം, ദുരന്ത പിന്നെ നിവാരണ സേനയുടെ ബാക്കിയുള്ളവരൊക്കെ സേവനങ്ങൾ പെട്ടെന്ന് സ്വീകരിക്കണം എന്നുള്ളത് പറയണമായിരുന്നു. ഇവരവിടെ ഇരുന്ന് കുറച്ച് JCB ഇരുന്ന് മാന്തിക്കൊണ്ടിരുന്നു. അല്ല, ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കേരളത്തിൽ നിന്ന് ഏതോ ഒരുത്തം വന്ന് അത് മണ്ണിൻ്റെ അടി പെട്ടുപോയി, അങ്ങനെ അവനെ കണ്ടെത്തിയിട്ട് ആർക്കും ഒരു മെച്ചയില്ല, ആർക്കും വേണ്ടാത്തൊരു മനോഭാവമായിരുന്നു കർണാടകയ്ക്ക്. അതെ, അത് പിന്നെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സമ്പന്നർ, രാഷ്ട്രീയ നേതാക്കൾ, സെലിബ്രിറ്റികൾ അവരാണ് മനുഷ്യർ. അവർ ഒന്നാം കിട പൗരന്മാരാണ്. അത് കർണാടകത്തിൽ ധാരാളമായിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് രണ്ടാം കിട പൗരന്മാരാണ്. അവൻ്റെ ജീവൻ പട്ടിയും പൂച്ച പിന്നെ ചത്തോലെ കണക്കാക്കുള്ളൂ. അങ്ങനെയാണ് അവരുടെ രീതി അവർക്ക്. കാരണം DK ശിവകുമാർ DK ശിവകുമാർ പിന്നെ അവിടെ ഈ ഉല്ലസിച്ച് ജീവിക്കുന്ന ഒരാൾ, എല്ലാ ബിസിനസ് തരികടകളും ഉണ്ട്, അറിയാലോ, കുറച്ച് കാലം ജയിലിലൊക്കെ കിടന്നതാണ്. പുള്ളിക്ക് ഇതെന്ത് സാധാരണക്കാരനായിട്ട് എന്ത് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് ഒന്നുമില്ല. അപ്പോൾ ഈ പിന്നെ അഭിനയം മാത്രമേ ഉള്ളൂ, ഫേക്കാണ്. അപ്പം അതിനകത്ത് പറ്റി, കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് പറ്റി. പിന്നെ മീഡിയകളുടെ മിസ്ഗൈഡ് ചെയ്യൽ. പിന്നെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത്, രഞ്ജിത്ത് പാലസ്തീനും ഇസ്രായേലും ഒക്കെ പോയിട്ട് അവിടെ പോയിട്ട് ഇവിടെയുണ്ട് ഈ കിണറിന് സ്ഥാനം കാണാൻ വരുന്ന ചില ഈ പിന്നെ ആൾക്കാരുണ്ടല്ലോ, അവരിങ്ങനെ വന്നിട്ട് എല്ലായിടത്തും ഒക്കെ നോക്കി ഇങ്ങനെ എറിഞ്ഞിട്ട് ഇവിടെ കുത്തിയാൽ മതി എന്ന് പറയും. ഞാൻ കിണർ കുത്തിയപ്പോഴൊന്നും അങ്ങനെയല്ല കേട്ടോ. ഇതേ ഒരു സ്ഥലത്തിൻ്റെ ഘടനയ്ക്കനുസരിച്ച് നമ്മൾ സാമാന്യമായിട്ടുള്ള ചിന്തയുള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശാസ്ത്രീയമായിട്ടുള്ള പ്രകൃതിയൊക്കെ അറിയാവുന്ന ആളുകൾ അവിടെ ഉള്ളപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയാണ് ഇവിടെ കുത്തണം, ഇതിൻ്റെ അടിയിൽ പറയുമ്പോൾ അല്ല, അവർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനെ ഭൂമിയുടെ കിടപ്പൊക്കെ വെച്ചിട്ട് അവിടെ ഉണ്ടാവും എന്നുള്ളത് അറിയാം. അല്ലാതെ ഇതിനകത്ത് വേറെ സാധനമൊന്നുമില്ല. സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഇപ്പോൾ ഒരുപാടുണ്ട് ശാസ്ത്രം വളർന്നപ്പം. കാരണം വെള്ളം ഇതിനടിയിൽ എത്ര അടി താഴ്ചയിലുണ്ട് എന്നുള്ളതൊക്കെ കണ്ടെത്താൻ പറ്റുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ കാലത്ത്. പിന്നെ പക്ഷേ ഇത്രയേ ഉള്ളൂ ഈ കാര്യം. ഇത് അതേപോലെ തന്നെ വന്നിട്ട് രഞ്ജിത്ത് ഇസ്രായേൽ ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കി ഇങ്ങനെ നിന്നിട്ട് ഇവൻ ദുരന്ത നിവാരണത്തിന് വേണ്ടി വന്ന ആളാണ്. ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്തിട്ടില്ല. ഹെൽമെറ്റ് വെക്കുന്നില്ല, സേഫ്റ്റി പിന്നെ ജാക്കറ്റ് ഇടുന്നില്ല, ഒന്നുമില്ല. വന്നിട്ട് പിന്നെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് പല സിനിമയിൽ അഭിനയിക്കാൻ വന്ന പോലെ വന്നിട്ടാണ് ചെയ്യുന്നത്. ആള് പാവമാണെന്ന് തോന്നുന്നു. ആള് കുറച്ചൊരു 5 വയസ്സ് വരെ പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഈ സമയത്ത് പുള്ളി അങ്ങ് സെലിബ്രിറ്റി ആവുകയും ചെയ്തു. ഇതാ ഇവിടെ ഉണ്ട്. ഇവിടെ എനിക്ക് പിന്നെ അവിടെ ഡ്രില്ലിംഗ് മെഷീൻ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഡ്രില്ലിംഗ് മെഷീൻ തന്നില്ല. ആർമിക്ക് ഇതാണോ പണി? ഇവൻ ചോദിക്കുമ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ എടുത്ത് കൊടുക്കുന്നത്. ഇവൻ ആരുവാ? മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് വേണമെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് ഒരു പിന്നെ ഒരു 3 അടി വ്യാസമുള്ള വലിയ കുഴൽക്കിണറിൻ്റെ പൈപ്പ്, അങ്ങനത്തെ കുഴൽക്കിണർ ഒരു 10 അടി താഴ്ചയിൽ കുടിച്ചിട്ട് അതിനകത്ത് പിടിച്ചാൽ കിട്ടാൽ മതിയായിരുന്നു ഇവനെയൊക്കെ. എന്നാൽ പിന്നെ ഈ ശല്യം തീർന്നേനെ. അപ്പം ഡെഡിക്കേഷനൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ കിടന്ന് കളിച്ചു. പക്ഷേ ആർമി നേവിയൊക്കെ എത്തുകയും പിന്നീട് കർണാടക സർക്കാർ ഊർജ്ജസ്വലമായിട്ട് രംഗത്തുണ്ടായിരുന്നു. അവിടുത്തെ MLA സതീഷ് കൃഷ്ണ സെയിൽ ഉൾപ്പെടെയുള്ളവർ അവിടെ കൃത്യമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഒരു ദിവസത്തേക്ക് പോയതാണ്. 10 ദിവസം ക്യാമ്പ് ചെയ്തു. അഷ്റഫിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ അതിന് അഷ്റഫിന് കന്നഡ അറിയാം. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാണ്. പിന്നെ നമ്മളിവിടുന്ന് പോയിട്ടുള്ള നേതാക്കന്മാർ ആരൊക്കെ പോയത്? സച്ചിൻ ദേവ് MLA, പിന്നെ ലിൻഡോ ജോസഫും കൂടെ പോയി. തിരുവമ്പാടി MLA, ബാലുശ്ശേരി MLA. അത് എനിക്ക് തോന്നുന്നു 7 ദിവസം 8 ദിവസം കഴിഞ്ഞിട്ടാണ് പോയത്. ഞാനതിൻ്റെ വീഡിയോ കണ്ട് സഹിക്കത്തില്ല. പിന്നെ എന്താ വെച്ചാൽ നീ കണ്ടാവുന്ന എനിക്കറിയത്തില്ല. അവിടെ ചെന്നിട്ട് ഇവൻ നമ്മളിപ്പോൾ ദുരന്ത സ്ഥലത്ത് പോയാൽ നമ്മൾ ചിലപ്പോൾ വീഡിയോ എടുക്കും. നമ്മളെ പിന്നെ കൈ പിടിച്ചിട്ട് നമ്മൾ ആ വീഡിയോ എടുക്കും. ഇവൻ അങ്ങനെയല്ല, ദുരന്തത്തിൻ്റെ വീഡിയോ അല്ല, ഇവൻ്റെ വീഡിയോ എടുപ്പിക്കുക. ഇവനിങ്ങനെ സ്ലോ മോഷനിൽ നടന്നു വരുന്നു. ആദ്യം മുണ്ട പിന്നെ അടിച്ചിട്ടിട്ടാണ് അറ്റമൊക്കെ പിടിച്ച് നേതാവിൻ്റെ മരികൾ വരുന്നു. സൈഡിൽ നിന്നുള്ള ആംഗിൾ, പുറകിൽ നിന്നുള്ളത് ഇങ്ങനെ പോകുന്നു. എന്നിട്ട് പിന്നെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നു. ഉദ്യോഗസ്ഥരോട് എന്താ സംസാരിച്ചതെന്ന് അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ എന്തായാലും ഉദ്യോഗസ്ഥർക്കൊന്നും മനസ്സിലാക്കി കാണത്തില്ല. കാരണം ഇവന് കന്നഡ അറിയത്തില്ല, അവർക്ക് മലയാളം അറിയത്തില്ലല്ലോ. സച്ചിൻ്റെയൊക്കെ ഭാഷാ പരിജ്ഞാനവും പിന്നെ ഇംഗ്ലീഷിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. സച്ചിൻ്റെതും സച്ചിൻ്റെ ഭാര്യയുടെതും ഒക്കെ അറിയാം. സച്ചിൻ്റെ ഭാര്യയും പിന്നെ സച്ചിനും കൂടെ കാണിച്ചിട്ടുള്ളൂ. സച്ചിൻ ഭയങ്കര മിടുക്കനാണ്. കാരണം നല്ല ദുരന്ത സ്ഥലത്തൊക്കെ നല്ല പിന്നെ ഇടപെടാനും ഒക്കെയുള്ള നല്ല ധൈര്യമുള്ള ആളാണ്. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ്സിന് നേരെ കുറുകെ കാറിടാനും അതിനകത്ത് പിന്നെ ഡ്രൈവറെ ഭീഷണിപ്പെടുത്താനും പിന്നെ അതേപോലെ തന്നെ വണ്ടിക്കകത്ത് കയറിയിരിക്കാനും. കാരണം യാത്രക്കാർ ഒരുപാട് നേരം യാത്ര ചെയ്ത് ക്ഷീണിച്ചു. അപ്പോൾ അവർക്കൊരു റെസ്റ്റ് വേണമല്ലോ. സതുദ്ദേശപരമാണ്, മനുഷ്യ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ യാത്രക്കാർ ഇനി നിങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിക്കരുത്, നിങ്ങളെല്ലാം വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞ് അങ്ങനെ അവരെയൊക്കെ ഇറക്കി സഹായിച്ചു കൊടുത്ത ഒരാളാണ് സച്ചിൻ ദേവ്. ഈ പരിപാടികളെല്ലാം പിന്നെ പക്ഷേ അവിടെ പോയിട്ടെങ്ങാനും ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. കാരണം അവിടുത്തെ ഈ ട്രാൻസ്പോർട്ട് സർവീസിൻ്റെ പേരും KSRTC എന്നാണ്. ഇപ്പോൾ KURTC അങ്ങനെ എന്തോ ആക്കിയിട്ടില്ല. അവരാണ് KSRTC ഇപ്പോൾ ഇല്ല പേര്. അതെ. പിന്നെ അവർക്കാണ് KSRTC ഉള്ളവർ. പിന്നെ അതിൻ്റെ പേറ്റൻ്റ് അവരെടുത്തുള്ളത് KSRTC.
KSRTC നിന്ന് കണ്ടു കഴിഞ്ഞാൽ സച്ചിൻ അവിടെ നിന്നാണ് എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം അവിടെ നിന്നാണ് ആവേശം കൂടിയിട്ട് തടയാൻ പോയി കഴിഞ്ഞാൽ കാനഡക്കാരാണ് പിടിച്ച് പിന്നെ തേന്മാൻ കൊമ്പത്തിലെ സിനിമയ്ക്കകത്ത് പിന്നെ പറയുന്ന പോലെ ലേലു അല്ലു എന്ന് പറയേണ്ടി വരും. കാരണം പിടിച്ച് കെട്ടിയിടുവന്മാർ പിടിച്ച് കെട്ടിയിട്ട് തല്ലും. അപ്പോൾ എന്തായിരുന്നാലും അങ്ങനത്തെ അഭ്യാസം കാണിച്ചില്ല. പക്ഷേ ഈ അഭ്യാസങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഈ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ട് പിന്നെ തിരിച്ചു വരുന്നു. അപ്പം മുണ്ട് മടക്കുത്തുന്നു. ഫോട്ടോഷൂട്ടിന് പോയതാണോ അവിടെ? ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഈ പൊട്ടം ചെയ്തത് ആലോചിക്കണം. അവൻ്റെ പേജിൽ തന്നെ ഇതെടുത്തിട്ട് ഇടുകയും ചെയ്തു. ദുരന്തമുഖത്ത് പോയതാ. റിയാസിൻ്റെ സങ്കല്പങ്ങളുണ്ടല്ലോ, മെഡിക്കൽ ടൂറിസം, ബാക്കിയുള്ള ടൂറിസം എന്നൊക്കെ പറഞ്ഞ പോലെ ദുരന്ത ടൂറിസം നടത്തിയതാണ്. അതിനുവേണ്ടി പോയത്, അവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പോയത് അവിടെ പോയിട്ട്, വേറെ ചെയ്തിട്ടില്ല. അവിടുത്തെ പിന്നെ ആൾക്കാർ അവിടെ കാര്യമായിട്ട് കൃത്യമായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അഷ്റഫിൻ്റെയും രാഘവൻ്റെയും അടുത്തുനിന്നാണ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളത്. പിന്നെ ഏറ്റവും അവസാനം പിന്നെ റിയാസിനെയൊക്കെ വിട്ടത് എപ്പോഴാണെന്നറിയോ? വണ്ടിയുടെ ക്യാബിനിലേക്ക് ഡൈവ് ചെയ്യാൻ തുടങ്ങി ആര്? ഈശ്വർ വാൽപ്പയൊക്കെ. അപ്പോൾ ഇത് കിട്ടിയാൽ അതിനെ മാർക്കറ്റ് ചെയ്യണം. ഈ ചാനലുകാർ ഇതുപോലെ തന്നെ റിയാസിൻ്റെ നേതൃത്വത്തിൽ ആ ബോഡിയുമായിട്ട് വീട്ടിലേക്കൊക്കെ വരുന്നു. അപ്പോൾ റിയാസ് നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിനപ്പുറത്തേക്കൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇതിനൊക്കെ വളരെ തന്ത്രപരമായിട്ട് ഉപയോഗിച്ചു. അതും നമുക്കറിയായിരുന്നു പിണറായി ഈ മന്ത്രി പിന്നെ സർക്കാരിനെ പിന്നെ പ്രതിനിധിയായിട്ട് ഇവനെ തന്നെ ആയിക്കോളൂ എന്നുള്ളത് നമുക്കറിയാം. കാരണം എന്താ വെച്ചാൽ മരുമോൻ്റെ ഇമേജ് പിന്നെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവർ വളരെ പിന്നെ പോയ വണ്ടിക്ക് കൈ കാണിക്കുകയാണ് ഇടതുമുന്നണി പിന്നെ സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇവരെ ഭാഗത്തുനിന്നൊരു പിന്നെ മെല്ലെപ്പൊക്ക് നയമാണ് ഉണ്ടായത്. തുടക്കത്തിലൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ ചെയ്തിരുന്നെങ്കിൽ അർജുനെ കിട്ടുമായിരുന്നു എന്നൊന്നും അല്ല ഞാൻ പറയണേ. പക്ഷേ അർജുൻ അവിടെ ഇല്ല, കരയിലില്ല എന്നുള്ളത് ഫസ്റ്റ് ഡേ 1 ഇത് കൺഫേം ചെയ്യായിരുന്നു. കുടുംബത്തിൻ്റെ ഈ പ്രതീക്ഷിച്ചിരിക്കുന്ന തീ നിന്നിരിക്കുന്ന ഒരവസ്ഥ മാറിയിട്ട് കിട്ടത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തോടെ അവർക്ക് ബോധ്യപ്പെടാമായിരുന്നു. അത് നടന്നില്ല. സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്, മലയിടിയാൻ നിൽക്കുന്നുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ അതേപോലെ ഈ ബൂം എക്സ്കലേറ്റർ പോലെയുള്ള സംവിധാനങ്ങൾ ആദ്യമേ കൊണ്ടുവരായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ബൂം എക്സ്കലേറ്റർ എന്ന് പറയുന്ന സാധനം നമ്മളൊക്കെ പരിചയപ്പെടുന്നത് ഇപ്പോഴാണ്. പിന്നെ പോണ്ടിയൂൺ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. ഇപ്പോൾ പോണ്ടിയൂൺ എന്താ കൊണ്ടുവരാത്തതെന്ന് കൊണ്ടാണ് ചോദിക്കുന്നത്. 25 ടൺ വെയിറ്റുള്ള സാധനം എങ്ങനെ 15 ടണ്ണിനകത്ത് ഉള്ള പിന്നെ വണ്ടിക്കകത്ത് കയറ്റുന്നത്? പിന്നെ 25 ടൺ കപ്പാസിറ്റി ഉള്ള ട്രെയിലറുകളുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ആ ട്രെയിലർ ഈ റൂട്ടിൽ കൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ മലപ്പുറം കേരളത്തിൽ തന്നെ അറിയാം, പല റൂട്ടിലൂടെ നമുക്ക് വണ്ടികൾ കുടുങ്ങുന്നുണ്ട്. വലിയ ട്രെയിലറുകൾ വന്നാൽ കുടുങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ കുടുങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനത്തെ വണ്ടികൾക്ക് പോകാൻ NH കൂടെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത സ്റ്റേറ്റ് ഹൈവേയിലൊക്കെ എന്ന് പറഞ്ഞാൽ വളവും തിരിവും ഒക്കെ ഉണ്ടാവും. ഈ വണ്ടി അവിടെ വളയ്ക്കാൻ പറ്റില്ല. ഈ 10-30 ടയർ കാണും അതിന്. അത്രയും ലെങ്ത് ഉള്ള വണ്ടിയാണ് ഈ 25 ടണ്ണൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ. ആ വണ്ടി ഇവിടെ ഈ റൂട്ടിൽ കൂടെ കൊണ്ടുവരാൻ പറ്റാത്ത വണ്ടിയാണ്. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് NH ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. 2 പിന്നെ ബാർജ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ബാർജ് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നോക്കി. അവർ പിന്നെ കടലിൽ നിന്ന് ബാർജ് അഴിമുഖം വഴി പുഴ അവിടോട്ട് ചേരുന്ന വഴിക്കൂടെ പിന്നെ ഒഴുക്കിനെതിരെ മേളിലോട്ട് കൊണ്ടുവരാൻ, പുഴയിൽ കൂടെ തന്നെ കൊണ്ടുവരാൻ. കാരണം ഇത്രയും മീറ്റർ വീതിയുള്ള പുഴയാണ്, സാധാ പുഴയല്ല. 100-300 മീറ്റർ ഇവിടെ തന്നെ വീതിയുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്ത് തന്നെ ചില സ്ഥലത്ത് 1/2 കിലോമീറ്ററിലേറെ വീതിയുള്ള ഭാഗങ്ങളുണ്ട് ഈ പുഴയ്ക്ക്. അപ്പോൾ അത്രയും വീതിയുള്ളൊരു പുഴയാണ്. ഈ പുഴയ്ക്കകത്തൂടെ കൊണ്ടുവരാമെന്ന് കരുതി. അപ്പം വരുന്ന സ്ഥലത്ത് 2 പ്രധാനപ്പെട്ട പാലങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ പാലത്തെ തടയും. അതും കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം ബാർജ് കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥ വന്നു. ബാർജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ വലിയ പാലം പിന്നെ പൊളിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നെ സാങ്കേതികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കണം. പിന്നെ കാലാവസ്ഥ നിൽക്കാതെ മഴ പെയ്യുക. എയർക്രാഫ്റ്റ് വഴി ഇത് കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഭാരമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന പിന്നെ എയർക്രാഫ്റ്റ്സ് പിന്നെ അതിന് പറ്റിയ ഹെലികോപ്റ്ററുകളൊക്കെ നമ്മളടുത്തുണ്ട്. കൊണ്ടുവന്നാലും ഇത് ലാൻഡ് ചെയ്യണം. ഇത് ലാൻഡ് ചെയ്യുന്ന മാത്രമല്ല, ലാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല. അത് 1. പിന്നെ അതിന് പറ്റിയിട്ടുള്ള സൗകര്യം അവിടെ ഇല്ല. 2 ഈ സാധനം താന്ന് പറക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല അത്. ഈ മലയും കുന്നും ഒക്കെ ഇങ്ങനെ നിൽക്കുക. കാലാവസ്ഥ വിസിബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. കാരണം പിന്നെ അപകടമാണ്. അങ്ങനെ അങ്ങോട്ട് ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് വസ്തുത. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇരുന്നിട്ട് പറയുക പിന്നെ എന്തെങ്കിലും ആർമി എന്തിനു പറ്റും? പിന്നെ കലാസികളെ വിളിക്കണം. ഏത് ബേപ്പൂരിലെ കലാസികൾ ഇപ്പോൾ ഇവിടെ ഒരു ടാങ്കർ മറിഞ്ഞ് കിടന്നാൽ അത് നൂർത്തണം എന്നുണ്ടെങ്കിൽ ക്രെയിനൊന്നും ഇല്ലാത്ത കാലത്ത് അവർ വന്നിട്ട് അവർ അത് നേരെയാക്കി ഇടും. കാരണം കായികാധ്വാനമാണ് അവരത്. മുങ്ങൽ വിദഗ്ധരല്ല അവരൊന്ന്. ബേപ്പൂരിലെ കലാസികൾ അവരെന്ന് വെച്ചാൽ എന്ത് റിസ്ക് ഓപ്പറേഷൻ ചെയ്യുന്നവരാ. കടലിലും പിന്നെ പുഴയിലും കള്ളിച്ച് വളർന്ന വെള്ളത്തിനകത്ത് തന്നെ ജീവിതത്തിൽ ഏറെ സമയം വെള്ളത്തിനടിയിൽ ചെലവഴിച്ചിട്ടുള്ള 100 കണക്കിന് ആൾക്കാരെ പല ദുരന്തങ്ങളിലും രക്ഷപ്പെടുത്തിയിട്ടുള്ള ഈശ്വർ വാൽപ്പെ വന്നിട്ട് പിന്നെ 10 നോട്ട്സ് വരെയാണ് അവിടുത്തെ വെള്ളത്തിൻ്റെ സ്പീഡ്, ഒഴുക്കിൻ്റെ സ്പീഡ്. ഇപ്പോൾ ഏകദേശം 10-11 കിലോമീറ്റർ സ്പീഡിൽ പിന്നെ മണിക്കൂറിൽ 11 കിലോമീറ്ററോളം വേഗതയിലാണ് അവിടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഇതെല്ലാം പിന്നെ സാങ്കേതികമായിട്ട് ഇതെല്ലാം പിന്നെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം
നേവിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു. കാരണം അവർ പറഞ്ഞു 2 to 3 knots വരെയാണ് അവർ ഇറങ്ങാറുള്ളത്. പിന്നെ 3.5 വരെ അവർ റിസ്ക് എടുക്കാൻ തയ്യാറായി. എന്നാലും ഇത് ഇത്രയും 8 knotsഉം 6 knotsഉം ഒക്കെയുള്ള 8 knotsന് താഴോട്ട് വരുന്നേ ഇല്ല എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെ ഇറങ്ങുന്നത്? അപ്പോൾ ഈശ്വർ മാൽപ്പെ പിന്നെ എന്താ പറയുക, ഇവർ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ ഈശ്വർ മാൽക്കെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഡൈവ് 2 ഡൈവും ഫെയിലാവുന്നു. 3ാമത്തെ ഡൈവിൽ വടം പൊട്ടിപ്പോകുന്നു. ഈ വടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കുകൂല് കെട്ടിയിട്ടല്ല ഇറങ്ങുന്നത്. അത്ര സ്ട്രോങ് ആയിട്ടുള്ള പിന്നെ സേഫ്റ്റി പിന്നെ ചെക്കിങ്ങും ക്വാളിറ്റി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുള്ള റോപ്പാണ് അതിന് വേണ്ടി ഉപയോഗിക്കുക വടം. ആ വടം പിന്നെ പ്രഷറിൽ വടം പൊട്ടി പോകണമെന്നുണ്ടെങ്കിൽ എന്താ സ്ഥിതി? അപ്പോൾ അതിൻ്റെ എന്താണ് ആ പ്രഷർ എന്ന് ആലോചിച്ച് നോക്ക്. ഒരു ചുഴലിക്കാറ്റടിക്കുമ്പോൾ കെട്ടിടം കടപുഴകുന്ന പോലെയുള്ള ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. മറ്റേത് വായുവാണെന്നേ ഉള്ളൂ. ഇത് വെള്ളമാണ്. വെള്ളം വായുവിനേക്കാൾ അപകടമാണല്ലോ. വായു കാറ്റടിച്ചിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇത്രയും ശക്തമായ ഒഴുക്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പുള്ളി പൊങ്ങിയോണ്ട് പുള്ളിയുടെ ജീവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പുള്ളിയുടെയും സംസ്കാരം നടത്തേണ്ട സമയം കഴിഞ്ഞു പോയിരുന്നു. കാരണം ഒരു ബോഡി കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാരെ ജീവൻ കൊടുക്കുക എന്ന് പറയുന്നതിനകത്തുള്ള സാങ്കേതികമായിട്ടുള്ള ചില പിഴവുകളുണ്ട്. അതാണ് നേവിയും പറഞ്ഞത്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി, കഴിഞ്ഞ സ്റ്റോറിക്കകത്ത് പറഞ്ഞ പോലെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും റിസ്ക് എടുക്കാം. ഇത് ജീവൻ രക്ഷിക്കാനല്ല, ബോഡി കിട്ടാൻ. ജീവനോട് ഇരിപ്പുണ്ടെന്നുള്ളത് ഇവിടുത്തെ ചില ചാനലുകാരും പിന്നെ നിസാരവൽക്കരിച്ചു. കാരണം തിരുവനന്തപുരത്ത് ആമയിരഞ്ചാം തോട്ടിൽ ഒരു ജോയി എന്ന് പറഞ്ഞൊരു ശുചീകരണ തൊഴിലാളി ഇറങ്ങി. അദ്ദേഹത്തെ കണ്ടെടുക്കാൻ സാധിക്കാത്ത ആളുകളാണ് പറയുന്നത്. കൈത്തോട്ടിൽ ഇറങ്ങുന്ന ലാഘവത്തോടെയാണ് അവർ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങാൻ ആഹ്വാനം. മാത്രമല്ല ഇപ്പോൾ പറയുന്നത് നമ്മുടെ പിന്നെ ഈ സൈബർ സഖാക്കളുടെ ചില പോസ്റ്റുകൾ കണ്ടു. നമ്മുടെ ഇതുപോലെ ഒരു ക്യാപ്റ്റൻ അവിടെ ഇല്ല. എന്തോ ഇവിടെ എന്ത് ചെയ്യാനാ? ക്യാപ്റ്റൻ അവിടെ ഉണ്ടായിട്ട് എന്ത് ചെയ്യാനാ? കേരയിൽ വരും കെട്ടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പ്രസംഗിച്ച് നടക്കുന്ന പോലെയുള്ള എളുപ്പ പരിപാടി നല്ലത്. അല്ലെങ്കിൽ കണ്ടോനെ പിന്നെ വീടിൻ്റെ അടുക്കളയിൽ കൊണ്ടിട്ട് കല്ലിടുന്ന പോലെയുള്ള പരിപാടി അല്ലത്. ഇത് റിസ്കി ഓപ്പറേഷനാണ്. അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചതാണ്. ഇന്ത്യൻ നേവിയൊക്കെ എന്തിന് പറ്റാത്തവരാണോ? ഇപ്പോൾ ഉത്തരാഞ്ചലിൽ ടണലിൽ പിന്നെ മണ്ണിടിച്ചിലുണ്ടായിട്ട് 41 തൊഴിലാളികൾ കുടുങ്ങിയിട്ട് 17 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അവരെ പുറത്തെത്തിച്ച് ആദ്യം അവർക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഓക്സിജനും ബാക്കിയുള്ളത് എത്തിച്ചു. പിന്നെ ഈ തുരങ്കം തന്നെ വീണ്ടും പിന്നെ ഈ ഇടിഞ്ഞ ഭാഗങ്ങൾ നീക്കി പോകാൻ നോക്കുമ്പോൾ അത് വീണ്ടും ഇടിച്ചില്ല. അപ്പോൾ രക്ഷാപ്രവർത്തകർ അപകടത്തിൽപ്പെടും. വന്നപ്പോൾ പിന്നെ മേളിൽ നിന്ന് കുത്തനെ കുഴിച്ച് അത്രയും ആഴത്തിൽ കുഴിച്ച് ആദ്യം അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ വേറെ പിന്നെ പൈപ്പിറക്കി ഇവരെ ഓരോരുത്തരായിട്ട് രക്ഷപ്പെടുത്തി. 41 പേരെയും രക്ഷപ്പെടുത്തി. അതൊക്കെ അങ്ങനത്തെ സ്ഥലത്ത് കഴിയും. ആ കഴിയാത്ത സ്ഥലത്ത് എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യും? കല്ലും മണ്ണും എല്ലാം കൂടെ വന്ന് അടിഞ്ഞിട്ട് ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 25 മീറ്റർ താഴ്ച എന്ന് പറഞ്ഞാൽ 75 അടിയായി. അതിന് മുകളിലേക്ക് പിന്നെ 5-6 അടി ഉയരത്തിലാണ് ഈ ദ്വീപ് ഫോം ചെയ്തേക്കുന്നത്. വെറും മണ്ണ് മാത്രമാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ അത് ഒളിച്ചൊലിച്ചൊലിച്ച് പോകുമായിരുന്നു. ഇതൊരു ദ്വീപ് ഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ മരങ്ങളും ഈ കമ്പികളും ഈ വാക്കികളും പിന്നെ ഇപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ട് പിന്നെ അടിയിൽ വണ്ടിയും എല്ലാം കൂടെ വന്നപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകൃതി സൃഷ്ടിച്ച ബണ്ട് പോലെയായി, ഒരു ഡാം പോലെയായി ആ ഭാഗം. അപ്പോൾ വെള്ളം അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒഴുകുന്നിടത്ത് ഭയങ്കര ഫോഴ്സ് ആയിരിക്കും. ഇതാണ് പറ്റുന്നത്. ഈ മണ്ണ് നീക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. കല്ല് ഇത്രയുണ്ട്, പാർച്ചെത്തിക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ള പിന്നെ അവിടെ പിന്നെ ബെഡ് പിന്നെ എത്തിക്കുന്ന കാര്യം പറഞ്ഞിട്ട് അതും നടക്കുന്നില്ല. അതൊക്കെ അതിനൊക്കെയുള്ള ഒരുപാട് സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. വെള്ളം കുത്തിയൊടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കേരളത്തിലാണെങ്കിൽ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ പെട്ടിമുടിയിലും പിന്നെ എൻ്റെ നാട്ടിൽ നിലമ്പൂർ കവളപ്പാറയിൽ 11 പേര് അടി കിടക്കുക. ഇപ്പോഴും അതിന് 11 പേര് അടി കിടക്കുക. എനിക്ക് പരിചയമുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതിലൊരു പയ്യൻ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ അവൻ മാത്രം രക്ഷപ്പെട്ടെ, ജിഷ്ണു. അവൻ്റെ ജ്യേഷ്ഠൻ വിഷ്ണു മിലിറ്ററിക്കാരനായിരുന്നു. ആ ജ്യേഷ്ഠൻ മരിച്ചു, അവൻ ലീവിന് വന്നതായിരുന്നു. അച്ഛനും അമ്മയും പോയി. അവൻ്റെ അനിയത്തി ജിഷ്ണ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നൊരു പെങ്കൊച്ചായിരുന്നു. അവൾ ഇപ്പോൾ 20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പോയി, അവളെ ബോഡി കിട്ടിയിട്ടില്ല, ബാക്കിയുള്ളവർക്ക് കിട്ടി. അങ്ങനെ ഈ 11 പേരിൽ ഒരാൾ ഈ ജിഷ്ണയാണ്. അവനിപ്പോൾ അതിൻ്റെ വിഷമം. എൻ്റെ വീട്ടിലൊക്കെ വരുന്നൊരു പയ്യനാണ്. എനിക്ക് പിന്നെ ഞാൻ ഈ ദുരന്തമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ പരിചയപ്പെട്ടത്. കാരണം അവർ ഈ മിലിറ്ററിക്കാരൊക്കെ വന്നപ്പോൾ ഞാനാണ് ഈ പിന്നെ ഒരു ദിമാഷി എന്ന രീതിയിൽ അവിടെ പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അവരെന്നെ വിളിച്ചിട്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ള പിന്നെ ഒരുപാട് കുടുംബങ്ങളിൽപ്പെട്ടവരെ അതിനകത്ത് പോയിട്ടുണ്ട്. ഈ പോയിടത്ത് 11 പേര് കിടക്കുക. അവിടെ ഇത്രയും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവളപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു മല എന്ന് പറഞ്ഞാൽ അവിടെ ഇതേപോലെ വലിയ മരങ്ങളൊന്നുമില്ല. റബ്ബർ തൈ വെച്ചേക്കുന്ന പ്ലാറ്റ്ഫോം. വെള്ളപ്പാച്ചിലുണ്ടായിട്ടില്ല അവിടെ കുഞ്ഞു തോട് മാത്രമേ ഉള്ളൂ. വെള്ളപ്പാച്ചിലല്ല ഉണ്ടായത്. വെള്ളപ്പാച്ചിലാണെങ്കിൽ ഇതെല്ലാം ഒഴുകിപ്പോവുക ചെയ്യുക. ഇതെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ പിന്നെ മണ്ണ് നിറഞ്ഞിട്ട് അവിടെ പാറക്കെട്ടുകളുമില്ല. പിന്നെ അടിയിൽ പാറയുണ്ടാവും. പിന്നെ പക്ഷേ ഇതിനകത്ത് ഉരുളക്കല്ലോ കാര്യങ്ങൾ റബ്ബർ തൈ വെക്കുന്ന, അതായത് പ്ലാന്റേഷൻ നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതേപോലത്തെ പാറക്കെട്ടുള്ള സ്ഥലമല്ല എന്നുള്ള ഉറപ്പല്ലേ. അപ്പം മണ്ണ് മാത്രമേ ഉള്ളൂ, മണ്ണും ചരലും മാത്രമേ ഉള്ളൂ, കുഞ്ഞു കല്ലുകളേ ഉള്ളൂ. ഇതൊന്നായിട്ട് ഇങ്ങനെ നിരങ്ങി ഇങ്ങ് വന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്തും ഒരു കുന്നുപോലെ അവിടെ നിറച്ച് വീടുകളാണ്. അപ്പോൾ ടാർ റോഡും ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഒരു 10 അടി താഴ്ചയിൽ ഉണ്ട്. അവിടെ ഈ വീടുകൾ മൊത്തം മണ്ണിനകത്തങ്ങ് പെട്ടുപോയി. വെള്ളപ്പൊക്കല്ല, ഒരു 10-30 അടി ഉയരത്തിൽ ആണ് നിന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞത് 75+6
80 അടിയും 100 അടിയൊക്കെ ഉയരത്തിലാണ് പിന്നെ മണ്ണ് വന്ന് ചാടിയേക്കുന്നത്. പിന്നെ വെള്ളപ്പാച്ചിലാണ് ഉണ്ടായിരുന്നതാണ്. ഈ ടാങ്കർ ലോറി ഒളിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളപ്പാച്ചിലാണല്ലോ ഉണ്ടായത്, അതും കൂടി ഉണ്ടായി. ഇതിനകത്തൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് സാങ്കേതികമായിട്ട്. കവളപ്പാറയിൽ ഈ 11 പേരുടെയും പിന്നെ ബോഡി എടുക്കാമായിരുന്നു എന്ന് ഈ സംഭവം കണ്ടപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ബൂം എസ്കലേറ്റർ എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ അറിയുന്നതും കേൾക്കുന്നതും കാണുന്നതും. ഈ അവിടെ മാന്തിയത് ഈ 6 അടി നീളമുള്ള കൈയും വെച്ചിട്ട് ഈ പിന്നെ ഹിറ്റാച്ചിയും JCB അതിന് 6 ഫീറ്റേ ഉള്ളൂ, മറ്റേത് 60 ഫീറ്റാ. ഈ സാധനം വെച്ച് ഒരു ലെവൽ മാന്ത് നോക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് കയറിയിട്ട്, കാരണം അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമില്ല, അടുത്ത സ്റ്റെപ്പ് നിന്നിട്ട് വീണ്ടും വന്ന് ഞാൻ ഒരാഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നതാണ് ഈ തെരച്ചിൽ നടത്തണം വരെ. എന്നിട്ട് ഇവർ ദൗത്യം ഉപേക്ഷിക്കുക, എന്നിട്ട് ഈ പാവപ്പെട്ടവരെ ബാക്കിയുള്ളവരെ ബന്ധുക്കളെയൊക്കെ പിന്നെ പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കി അങ്ങനെ ചെയ്ത് സർക്കാർ പിന്നെ സമ്മർദ്ദത്തിലാക്കിയിട്ട് പറഞ്ഞു കിട്ടത്തില്ല, പിന്നെ നിങ്ങൾക്ക് കാരണം ഇത് മിസ്സിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആനുകൂല്യം കിട്ടത്തില്ല. അപ്പം പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തരും, മരിച്ചതായിട്ട് പ്രഖ്യാപിക്കും, സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ഇവർക്ക് പിന്നെ ആനുകൂല്യങ്ങൾ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് കുറച്ച് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാതെ ചെയ്തതെന്നുള്ളതാണ് കച്ചവടം നടത്തിയത് ഇവർ. പിന്നെ അവിടുത്തെ ഈ പുനരധിവാസത്തിലൊക്കെ ഒരുപാട് അഴിമതികളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇവർ പുറത്തോട്ട വാർത്തകൾ വരുന്നില്ല. അതിൻ്റെ ഫലമായിട്ടായി കവളപ്പാറ എന്ന് പറയുന്ന സ്ഥലം, ആ വാർഡ് പഞ്ചായത്തിലെ പോത്തുകല്ല് പഞ്ചായത്തിലെ വാർഡാണ്. ആ വാർഡ് പിന്നെ പുതാനമ്പാടെന്ന് പറയും, ആ വാർഡ് കാലങ്ങളായി CPMൻ്റെ കോട്ടയായിരുന്നു. 2019 ഈ ദുരന്തം ഉണ്ടായി. 2020 നടന്ന പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇത്രയും കാലം CPMൻ്റെ കോട്ടയായിരുന്ന ആ വാർഡ് CPMൻ്റെ വിമതൻ ഈ കവളപ്പാറ ദുരന്തത്തിൽപ്പെട്ടവരുടെ പിന്നെ പ്രതിനിധിയായി, പിന്നെ അതിൽ ബാക്കിയുള്ള കുടുംബങ്ങളുടെ പ്രതിനിധിയായി, പിന്നെ ഈ സർക്കാരിൻ്റെ നിലപാടിനകത്തൊക്കെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് വിമതരായിട്ട് മത്സരിക്കുകയും CPMനെ 3-ാം സ്ഥാനത്ത് 4-ാം സ്ഥാനത്ത് കണ്ടാക്കിയിട്ട് UDF 2-ാം സ്ഥാനത്ത് വന്ന് ഇവൻ ജയിച്ചു, അട്ടിമറിച്ച് കളഞ്ഞു. അവിടെ പാർട്ടിയും പ്രസ്ഥാനമൊന്നും ഇല്ലാത്ത അവസ്ഥയിലായിപ്പോയി. കാരണം ആൾക്കാർക്ക് CPM ആണെന്നും പറഞ്ഞ് നടക്കാൻ ആദ്യം ആരെയും കിട്ടാത്ത അവസ്ഥയായി. കാരണം അത്രത്തോളം അവർക്ക് വെറുപ്പുണ്ട്. അതും പുറത്ത് വാർത്തയായിട്ട് വരുന്നില്ല എന്നേ ഉള്ളൂ. അത്ര കണ്ട് നിഷ്ക്രിയമായിട്ടും അലംഭാവത്തോടും കൂടി ചെയ്ത് പറയുമ്പം കവളപ്പാറയിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്ത് ചെയ്തു 11 മനുഷ്യർ അടി കിടക്കുക ഇപ്പോഴും. അത് വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇവർ ഈ പറഞ്ഞ ബൂം എസ്കലേറ്ററൊക്കെ അവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പുറകിൽ നിന്ന്, കാരണം അവിടെ പിന്നെ ഒരു ചെറിയ ചാല് മാത്രമേ ഉള്ളൂ വെള്ളത്തിൻ്റെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി വെള്ളം ഉണ്ടായാൽ തന്നെ അത് ഒഴുകി പോകാൻ താഴോട്ട് കുത്തനെ ഇങ്ങനെ കിടന്നിട്ട് ചാലിയാറിലോട്ട് പോവുക, ഉയരമുള്ള സ്ഥലത്താണ്. വേറെ മലയിടിച്ചിലിനും സാധ്യത ഉണ്ടായിരുന്നില്ല അവിടെ. പിന്നീട് അത് ഇടിഞ്ഞാൽ അല്ലാതെ ഇവിടുത്തെ പോലെ വിണ്ട് കയറി നിൽക്കുക ഒന്നുമില്ല. ഇത് ഒന്ന് നിരങ്ങി മണ്ണ് കൊണ്ട് വന്ന് ഫില്ല് ചെയ്തു, അത്രയും ഭാഗം. അത് കുറച്ച് സ്ഥലമേ ഉള്ളൂ, കുറച്ച് ഏരിയയേ ഉള്ളൂ. അവിടെ കുറച്ച് വീടുകളുണ്ടായിരുന്നു. പിന്നെ 59 പേര് മൊത്തം പോയി, അതിൽ 11 വരെ കിട്ടാനുള്ള. ഈ പുറകിൽ നിന്ന് മണ്ണ് ഇങ്ങനെ നീക്കി വരുമ്പം ഈ ബൂം എസ്കലേറ്റർ വെച്ച് നീക്കുകയായിരുന്നുണ്ടെങ്കിൽ ഈ JCB ഇട്ടിട്ട് ഇങ്ങനെ മാന്തിക്കൊണ്ട് അവിടെ ഇവിടെ മാന്തിക്കൊണ്ടിരിക്കുന്ന പോലെ കോഴി അകയുന്ന പോലെയാണ് ഈ JCB കൊണ്ട് മാന്ത് ഇത്രയും പോകുന്നൊരു സ്ഥലത്ത്, ഇങ്ങനത്തെ 30 അടി മണ്ണ് കിടക്കുന്നിടത്ത്. അതിന് പകരം ബൂം എസ്കലേറ്റർ പോലെയുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ അതവിടെ എത്തിച്ചിരുന്നെങ്കിൽ, ബൈ റോഡ് എത്തിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളും ഉണ്ട് അവിടെ. അത് എത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഇത് ഈ ഡിഗ് ചെയ്ത് പോകുമ്പോൾ അധികം ഫോഴ്സിലല്ലാതെ മെല്ലെ ഡിഗ് മണ്ണെടുക്കുകയാണെങ്കിൽ ഇളകിയ മണ്ണ് കഴിഞ്ഞ് ഉറച്ച മണ്ണിലേക്ക് എത്തുമ്പം ഭൂമിയുടെ നിരപ്പിലേക്ക് എത്തുമ്പോൾ അറിയുമല്ലോ, ഓപ്പറേറ്റർക്ക് അറിയും. ആ ലെവൽ വരെ എങ്ങനെ എടുത്തെടുത്ത് മുന്നോട്ട് പോയി പുറകിൽ നിന്ന് മുന്നോട്ട് വരുന്നെങ്കിൽ ഈ 11 പേരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഒളിച്ചു പോയിട്ടില്ല എന്ന് ഉറപ്പ്. വെള്ളം പിന്നെ മഴവെള്ളം പാച്ചിലുണ്ടായിരുന്നില്ല, മണ്ണ് വന്ന് ഫില്ലായതാ ചെയ്യായിരുന്നു. അത് ചെയ്യാത്ത ഇവന്മാരാണ് പിന്നെ എന്നാ ഉണ്ടാക്കുന്ന പറയണേ, എന്തുണ്ടാക്കുന്ന പറയണേ എനിക്കറിയില്ല. കേരളത്തിൽ നടന്ന കവളപ്പാറ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നടന്ന രക്ഷാപ്രവർത്തനങ്ങൾ ഷിരൂരിലേതുമായി താരതമ്യം ചെയ്യുമ്പം ഇവിടെയാണ് നിസ്സംഗത കാണിച്ചത്. 10-11 മനുഷ്യരെ അവിടെ ആ മണ്ണിനടിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് കാണിച്ച ആൾക്കാരാണ് പിന്നെ അവിടെ പോയിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ഈ അടുത്തിടെ തന്നെ തിരുവനന്തപുരത്തുണ്ടായ സംഭവം ആമീഴഞ്ചാനിലെ തന്നെ എത്ര മണിക്കൂർ കഴിഞ്ഞാണ് കിട്ടിയത്? എത്ര ദിവസം? അതൊരു പിന്നെ ഒരു കുഞ്ഞു തോടിന് പിന്നെ പോയത്. അത് പിന്നെ അതിനകത്ത് ഇറങ്ങിയ രക്ഷാപ്രവർത്തകരെ ഞാൻ ഏറ്റവും കൂടുതൽ, കാരണം ഇത് വെള്ളത്തിലിറങ്ങുന്ന പോലെ കൂടിയല്ല, മനുഷ്യ വിസർജ്യത്തിനകത്ത് ഇറങ്ങുന്നത്. ഞാനും നീയുമാണെങ്കിൽ ഇറങ്ങത്തില്ല. അവിടെയാണ് അവർ പിന്നെ ഒരു പിന്നെ നമ്മുടെ ഒരു സഹജീവിയുടെ പിന്നെ ബോഡി കിട്ടാൻ വേണ്ടിയിട്ട്, ജീവനോടെ കിട്ടത്തില്ല എന്നുള്ളത് അതും അറിയാം നമുക്ക്, അങ്ങനെ ഇറങ്ങുന്നത്. അപ്പോൾ ആ മനുഷ്യർക്കൊക്കെയാണ് പത്മശ്രീ കൊടുക്കേണ്ടത്. കാരണം മനുഷ്യ വിസർജ്യത്തിനകത്ത് ഇറങ്ങുക, മുങ്ങിത്തപ്പുക, അവർക്കൊക്കെയാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ പത്മശ്രീ കൊടുക്കേണ്ടതും ബാക്കിയുള്ള അംഗീകാരങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഇവർ പത്മശ്രീക്ക് ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്ത് വിടാറുണ്ടായിരുന്നത് കാലങ്ങളായിട്ട് എങ്ങനെയായിരുന്നു? രവി പിള്ള, യൂസഫ് അലി, പിന്നെ ഇവർക്ക് വേണ്ടപ്പെട്ട പിന്നെ നടന്മാർ, ഇവർക്ക് വേണ്ടിയിട്ട് സ്തുതി പിന്നെ എഴുതുന്ന ചരിത്രത്തെ ഒടിച്ചെഴുതുന്ന ചരിത്രകാരന്മാർ, ഇവരെയൊക്കെ പേരായിരുന്നു കേരള സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നത്. രവി പിള്ളയുടെയും യൂസഫ് അലിയുടെയൊക്കെ പേരായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. മാറ്റം വന്നു. ഇപ്പോൾ ആ മാറ്റം വന്നു. തനതായ പാരമ്പര്യ നെൽവിത്ത് സംരക്ഷിക്കുന്ന ആൾ, പിന്നെ കണ്ടൽക്കാട് സംരക്ഷിക്കുന്ന ആൾ, പിന്നെ കായലിലെ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും പിന്നെ നീക്കം ചെയ്യുന്ന സമർപ്പിതരായിട്ടുള്ള വ്യക്തികൾ, കലാകാരന്മാർ, അങ്ങനെയുള്ള ആളുകൾക്ക്, സാധാരണക്കാരായ മനുഷ്യർക്ക് കൊടുക്കുക. പത്മശ്രീക്കൊക്കെ ഒരു പത്മത്തിളക്കം ഉണ്ടായത്
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ NDA സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷമാണെന്ന് ഞാൻ പറയുന്നത്. കാരണം ബാക്കി മറ്റേത് പൈസക്കാർക്ക് മാത്രം കൊടുക്കുന്നൊരു പരിപാടി പൈസ കൊടുത്ത് മേടിക്കലായിരുന്നു പരിപാടി. പ്രവാസികൾ പ്രാഞ്ചേട്ടന്മാരൊക്കെ പത്മശ്രീ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള നേതാക്കന്മാർക്ക് പൈസ കൊടുക്കലും ബാക്കിയുള്ളതൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്തായാലും ആ കൾച്ചറൊക്കെ മാറി. ഇപ്പോൾ ആരും പത്മശ്രീ തരാമെന്ന് പറഞ്ഞ് പൈസ കൊടുത്താൽ പൈസ പോകുന്നല്ലാതെ പത്മശ്രീ കിട്ടാൻ പോകുന്നില്ല. പത്മശ്രീ ചിലപ്പം ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് കിട്ടുന്നത്. അപ്പം അവിടെ വിഷയം ഇവിടെ നടന്നിട്ടുള്ളത് കൃത്യമായ ആദ്യത്തെ 2 ദിവസം അലംഭാവം കാണിച്ചു. ആ അലംഭാവത്തിനകത്ത് കർണാടക സർക്കാരിൻ്റെ ഉത്തരവാദിത്വം വരുന്നത്, കാരണം അവർ ആർമിയൊന്നും നേരത്തെ വിളിച്ചില്ല, ഒന്നും ചെയ്തില്ല. കേരളം എന്ത് ചെയ്തു എന്നുള്ളതും കൂടെ ചോദ്യമാണ്. ആ സമയത്ത് തന്നെ കേരളം ഇടപെടണ്ടേ? CM to CM ടോക്ക് നടക്കണം. പിന്നെ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ പറഞ്ഞയക്കണമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ DK ശിവകുമാറിൻ്റെ മകനോ പിണറായി വിജയൻ്റെ മകനോ ഇതിനടിയിൽ കിടക്കുകയായിരുന്നെങ്കിൽ ആ 2 ദിവസത്തെ 40-48 മണിക്കൂർ നഷ്ടപ്പെടില്ലായിരുന്നു. അത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബോധത്തിലേക്കും ആ വീട്ടുകാരും ആ യാഥാർത്ഥ്യത്തിലേക്കും വളരെ പെട്ടെന്ന് പൊരുത്തപ്പെടുമായിരുന്നു. അതിനപ്പുറം അത്രയും മണിക്കൂർ അവർക്ക് പ്രതീക്ഷകൾ നൽകിയതിനകത്ത് ഈ 2 സർക്കാരുകളുടെ ഭാഗത്തുനിന്നും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം പിന്നീട് കർണാടക നല്ല രീതിയിൽ അത് ഏകോപിപ്പിച്ചിട്ടുണ്ട്, ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ മലയാളി ആയതുകൊണ്ട് ഒഴിവാക്കിയൊന്നുമല്ല. കാരണം അവരുടെയും ആൾക്കാർ അവിടെ ഉണ്ട്. അത് അവിടുത്തെ MLA തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ രീതിയിലുള്ളത് അവിടെ ക്യാമ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റിയാസും സച്ചിനും ഒക്കെ പോയത് ചുമ്മാ നാട്ടുകാരെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി പോയതാണ്. നേരത്തെ പോകാമായിരുന്നു, അതൊന്നും ചെയ്തില്ല. ഉദ്യോഗസ്ഥരെയായിരുന്നു ആദ്യം വിടേണ്ടിയിരുന്നത്. ഇപ്പോൾ ഡ്രഡ്ജിങ് പിന്നെ അവിടെ സാധ്യമാകുമോ? തൃശ്ശൂർ വെറ്റിനറി പിന്നെ കാർഷിക സർവകലാശാലയുടെ ഇതാണ് അത് അതിൻ്റെ അതുകൊണ്ട് ഒരു മാന്തി എടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്ററും പിന്നെ അവിടുത്തെ പിന്നെ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാരും കൂടെ അങ്ങോട്ട് കഴിഞ്ഞ ദിവസം പോയിട്ട് ഇപ്പോൾ എന്തായിന്നാ ഇതൊന്നും പോസിബിൾ ആവില്ല. രാജ്യത്തെ ഏറ്റവും വലിയ സംവിധാനങ്ങൾ അവിടെ തോൽവി സമ്മതിച്ച് നിൽക്കുമ്പോഴാണ് കാർഷിക സർവകലാശാലയിൽ നിന്ന് കേവലം ഒരു മണ്ണുമാന്തി യന്ത്രം പോകുന്നു. അതെ, അത് മാത്രമല്ല ഇപ്പോൾ ഈ വെള്ളത്തിൽ ഡൈവ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈവ് ചെയ്യുന്ന ആൾ ഒഴുക്കിൽപ്പെട്ടിട്ട് പാറക്കല്ലുകൾ കിടക്കുക, ഏതെങ്കിലും കല്ല് തെളിഞ്ഞിരിക്കുന്നിടത്തുണ്ടെങ്കിൽ പോയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, പിന്നെ പൊങ്ങില്ല, പിന്നെ ബോഡിയെ കിട്ടുള്ളൂ. കാരണം ഇത്ര ഫോഴ്സ് വന്നിട്ട് ഇടിക്കുക. 16 കിലോമീറ്റർ വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന പോലെയുള്ള സാധനമാണ് വരുന്നത്. എടുത്ത് തൂക്കിയെടുത്ത് കൊണ്ടിട്ട് അട്ട ഇടിക്കലായിരിക്കും. അതെ അതെ അതെ. ഈ ഇത്രയും വലിയ ടെക്നോളജി ഉള്ള കാലത്ത് കടലിൻ്റെ അടിയിലുണ്ടായിരുന്ന മറ്റേ ഇതിൻ്റെ ഏതോ ടൈറ്റാനിക്കിൻ്റെ ആണോ ഏതിൻ്റെയാണോ അവശിഷ്ടം തേടിയിട്ട് ഒരാൾ പിന്നെ മറ്റേ ഇതിനകത്ത് മറ്റേ മുങ്ങി കപ്പൽ സംവിധാനത്തിനകത്ത് പോയില്ലേ വലിയ കോടീശ്വരൻ. ഈ സാധനം അടിയിലോട്ട് ചെല്ലുന്നവർ പ്രഷർ കൂടിയിട്ട് പൊട്ടിത്തെറിച്ച് അയാളും മൂന്നും എല്ലാം കൂടെ പോയി. ഞാൻ അതിൻ്റെ ആളെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഗ്രോഷ്യ എന്താ ഹുവറിറ്റീസ് അങ്ങനെ പിന്നെ ഒരാൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായ സംഭവമാണ്. വെള്ളത്തിനടിയിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും. ഒഴുക്കുള്ള വെള്ളം, അത് ഒഴുക്കുള്ള വെള്ളം കൂടെ ആകുമ്പോഴോ കടലിനടിയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ എന്താ സ്ഥിതി അതാലോചിച്ച് നോക്കണം. പിന്നെ ഡെൻസിറ്റി കലക്കവെള്ളമാണ് വരുന്നത്. ഈ മണ്ണും കൂടെ അവിടെ കിടക്കുന്ന മണ്ണും ഇങ്ങനെ പിന്നെ കുറച്ച് ഇതിനകത്ത് ഇങ്ങനെ ചെല്ലുന്നുണ്ടാവും. അപ്പോൾ ചെളി വെള്ളത്തിലോട്ടാണ് പോകുന്നത്. വിസിബിലിറ്റി ഇല്ല, സീറോ വിസിബിലിറ്റിയാണ്, ഒന്നും കാണാൻ കഴിയത്തില്ല, തപ്പിത്തടഞ്ഞുള്ള പരിപാടിയാണ്. അപ്പോൾ തപ്പിത്തടയുന്ന സമയത്ത് ഈ കമ്പിയിലോ വല്ല മരത്തിലോ കാരണം എവിടെയെങ്കിലും ഈ പിന്നെ ഈ സേഫ്റ്റി റോപ്പോ വല്ല ഉടക്കിയെന്നാലോ ഇത് കുരുങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? രക്ഷപ്പെടുത്താൻ അടുത്ത ആൾക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങിയും കുടുങ്ങി അതിനകത്ത് കിടന്ന് തീരത്തേ ഉള്ളൂ. ഓക്സിജൻ സിലിണ്ടറിൻ്റെ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് തീരേ ഉള്ളൂ. ഇത് വലിച്ചാൽ കിട്ടത്തില്ല. കുരുങ്ങി കഴിഞ്ഞാൽ കിട്ടുമോ? എന്ത് ഉറപ്പുണ്ടായിട്ട് എന്താ കാര്യം? കാരണം ഈ മരത്തിൻ്റെ ഒരു കൊമ്പയിലായിരിക്കും കുരുങ്ങുന്നത്, ബാക്കി ആ വലിയ മരം മുഴുവൻ മണ്ണിനടി കിടക്കുക. ഇത് ഏത് ക്രെയിൻ കൊണ്ടിട്ടാണെങ്കിലും വലിച്ചെടുക്കാൻ പറ്റുമോ? അതിൻ്റെ മുകളിൽ ടൺ കണക്കിന് മണ്ണും കിടക്കുക, പാറക്കല്ലും കിടക്കുക. അപ്പോൾ ഇതൊക്കെ ഈ അശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. പക്ഷേ അതിനകത്തേക്ക് ഇറങ്ങാൻ തയ്യാറായ ഈശ്വർ മാൽപ്പ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. ആ പുള്ളിക്കാരൻ തനിക്ക് എന്ത് പറ്റിയാലും അത് തൻ്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞാണ് അതിലേക്ക്. അദ്ദേഹത്തിന് ആദ്യം ഒരു പറഞ്ഞു പിന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് നേവി ഇവരൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. ഞാൻ പറഞ്ഞല്ലോ നേവിയുടെ ഉദ്യോഗസ്ഥൻ മലയാളിയാണ്. അപ്പം പിന്നെ അവിടെ ചാർജ് ഉണ്ടായിരുന്നത്. അപ്പം ഇതെല്ലാം പറഞ്ഞു കൊടുത്തതാണ്. ആർമിയുടെ പിന്നെ ചാർജ് ഉണ്ടായിരുന്ന റിട്ടയർഡ് മേജർ ജനറൽ അദ്ദേഹവും മലയാളിയാണ്, ഇന്ദ്രപാലൻ. മറ്റേത് രാധാകൃഷ്ണൻ നേവിയുടെ. അപ്പം മലയാളികളായിട്ടുള്ള ആൾക്കാർ തന്നെ അവിടെ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏകോപനത്തിനകത്ത് മുമ്പിൽ നിൽക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ AK മഷ്റഫ് തന്നെ പറഞ്ഞു, ആദ്യത്തെ പിന്നെ ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് പിഴവ് പറ്റി. അവരന്നേ പറയുന്നുണ്ട് പുഴയിലാണെന്ന് പറയുന്നുണ്ട്. ഇത് ഈ കർണാടകക്കാർ പറയുന്നുണ്ട് പുഴയിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളാണ് നിർബന്ധം പിടിച്ചത് ഇവിടെയാണെന്നും പറഞ്ഞ്. കാരണം ഈ രഞ്ജിത്ത് ഇസ്രായേൽ ഇങ്ങനത്തെ വലിയ വിദഗ്ധന്മാരെല്ലാം ഇവിടെയാണ്, ഇവിടെ തന്നെയുണ്ട്, വേറെ എവിടെയും തരേണ്ട, ഇവിടെ തന്നെ ഉണ്ടെന്നും. അല്ല, ഇങ്ങനെ പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ കേരളത്തിൽ ഇത് കാണുന്ന ലക്ഷക്കണക്കിന് വരുന്ന ടെലിവിഷൻ പ്രേക്ഷകരുണ്ട്. അപ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നത് കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ അലംഭാവം കാട്ടി അവർ മനഃപൂർവ്വം ഒരു മലയാളിയെ
മരണത്തിലേക്ക് അലംഭാവം കാണിച്ചു എന്നുള്ളതല്ല ഈ അല്ല അങ്ങനെയാണ് അതെ അതെ പ്രേക്ഷകർക്കിടയിലേക്ക് അതെ കർണാടക സർക്കാർ പിന്നെ കർണാടകക്കാർ അവിടുത്തെ വിദഗ്ധർ കർണാടക സർക്കാർ എന്നുള്ളതല്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് 2 ദിവസം അലംഭാവം ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ടുള്ള ടെക്നിക്കൽ ടീം എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് വിദഗ്ധർ വന്നിട്ട് അവർ പറഞ്ഞു പുഴയിൽ പോകാനാണ് സാധ്യത, പുഴയിലാണുണ്ടാകുക, അവിടെയാണ് തെരച്ചിൽ നടക്കേണ്ടതെന്ന് പറഞ്ഞപ്പം ഇവർ വാശി പിടിച്ചു. അപ്പോൾ മനാഫ് ഉൾപ്പെടെയുള്ളവരെല്ലാം വാശി പിടിച്ചു. അവർ പറഞ്ഞു ഇവിടെ തന്നെ മാന്തണ്ടേ, നമ്മൾ പറയുന്നിടത്ത് മാന്തുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ മാന്തി. ഈ മലയാള മാധ്യമങ്ങൾ ഈ പിന്നെ മാധ്യമങ്ങളാണെങ്കിൽ നമ്മൾ പറയുന്നിടത്ത് മാന്തുന്നില്ല, സാധ്യതയുള്ള സ്ഥലത്ത് തിരയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒച്ചപ്പാടായിരുന്നു കാരണം നമ്മളെ റിപ്പോർട്ട് ചാനലൊക്കെ. അവിടെ മാന്തി അവിടെ ടൈം അങ്ങ് പോയി, വെറുതെ കളഞ്ഞു, ടൈം വേസ്റ്റ് ആക്കി. അത് AK അഷ്റഫ് മഞ്ചേശ്വരം MLA മുസ്ലിം ലീഗിൻ്റെ MLA കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള AK അഷ്റഫ് പറയുന്നു. അവർ പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വേണം എന്നുള്ളത് നിർബന്ധം പിടിച്ചു, നമ്മളെടുത്ത് പറ്റിയ പിഴവാ. അങ്ങനെ നമ്മൾ ഇവിടെ തെരഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അവിടെ തന്നെയാണെന്നുള്ളത് അവർ പറഞ്ഞത് ശരിയാണെന്നുള്ളത് ആർമി നേവിയും കൺഫേം ചെയ്തു. പക്ഷേ വണ്ടിയുടെ ഫുൾ പാർട്ടുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല. വണ്ടി ക്രാഷ് ആയിട്ടുണ്ടാവും. വണ്ടിക്കകത്തുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും കാലത്ത് അവശിഷ്ടങ്ങൾ കിട്ടും. വണ്ടിക്കകത്തുനിന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. വണ്ടിക്കകത്ത് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ മണ്ണിനടിപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മണ്ണൊക്കെ നീക്കിയിട്ടുന്ന ഒരിക്കൽ പിന്നെ സാധ്യമല്ല, മല പോലെ കിടക്കുക ഇത്രയും അടി താഴ്ചയിൽ. അതിന് വേനൽക്കാലം ആയാലും ഇമ്പോസിബിളാണ്. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, ഈ കല്ലും ഇതെല്ലാം കൂടെ നിൽക്കില്ല. പക്ഷേ വേനൽക്കാലം ആകുമ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യും. കാരണം പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി ഒരു ദ്വീപ് രൂപാന്തരപ്പെട്ടത് വേനൽക്കാലത്ത് എന്തായാലും ഒരു നീക്കം ചെയ്യും. അത് നീക്കം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിരാവശിഷ്ടങ്ങൾ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ 3 പേരൊന്നും കിട്ടിയെന്ന് വരും. എന്നല്ലാതെ വേറൊന്നുമില്ല ഇതിനകത്ത്. ഇത് ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ അവർ പറഞ്ഞെന്താ, കാലാവസ്ഥ ഈ ഒഴുക്ക് കുറയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒഴുക്ക് കുറയണമെങ്കിൽ മഴയും പിന്നെ ഈ അന്തരീക്ഷത്തിലൊക്കെ മാറ്റം വരണം. ഒരു ദിവസം മഴ പെയ്തില്ല എന്ന് കണ്ട് ഒഴുക്ക് കുറയുമോ? ഇല്ല. അപ്പം പിന്നെ ഇത് സമയമെടുക്കും, ഇറ്റ് വിൽ ടേക്ക് ടൈം. പിന്നെ അത്യന്താധുനികമായ ചില സംവിധാനങ്ങൾ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ പോസിബിലിറ്റി എന്താണെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല, പറയാൻ ഞാൻ ആളല്ല. വരുമ്പം നോക്കാം, കാണാം എന്നല്ലാതെ ഇനി ഹേറ്റ് കർണാടക ക്യാമ്പയിനോ അല്ലെങ്കിൽ ബാക്കി കേരളത്തിലായിരുന്നെങ്കിൽ ആന പിന്നെ മലമറിക്കുമായിരുന്നു എന്ന് പറയാലോ ഒന്നും പറയുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. തുടക്കത്തിൽ 2 കൂട്ടരുടെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടായിട്ടുണ്ട്. നിഷ്ക്രിയമായിരുന്നു കേരളത്തിൻ്റെ. പിന്നെ പൊതുജനമാണ് ഇതിനകത്തൊരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. ബാക്കിയുള്ള ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ, ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു, അത്താണിയായിരുന്നു. ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ട ഉചിതമായ നടപടികളിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകേണ്ടത് എന്ന അഭിപ്രായക്കാരനായാണ്. എന്തായാലും തിരച്ചിലുകളെല്ലാം അവസാനിച്ചിരിക്കുന്നു. അർജുനായുള്ള കാത്തിരിപ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടേത് മാത്രമായി മാറാൻ പോവുകയാണ്. മാധ്യമങ്ങളെല്ലാം ഇക്കാര്യം മറന്നു തുടങ്ങും. അപ്പോൾ ഇനി എന്തായാലും അവിടെ നിന്നൊരു ശുഭവാർത്ത ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.